ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാലോ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അവൽ ക്യാരറ്റ് പുട്ടാണ് കേട്ടോ. അവൽ ക്യാരറ്റ് പുട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുമോ എങ്ങനെയാണെന്നൊക്കെ. അവൽ ക്യാരറ്റ് പുട്ട് നമുക്ക് 2-3 രീതിയിൽ റെഡിയാക്കാം. അതിലൊരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ്. അപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം ചേർക്കണം കേട്ടോ. തേങ്ങ ചേർത്താലാണ് എല്ലാ പുട്ടിനും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവൽ ക്യാരറ്റ് പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഇങ്ങനെ കൂമ്പാരം പോലെ 1 കപ്പിൽ നന്നായിട്ട് പൊക്കി അളന്നെടുത്തിട്ടുണ്ട് അവിൽ. അതുപോലെ തന്നെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കട്ടെ. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഏത് അവലും എടുക്കാം കേട്ടോ. മട്ട അവലെടുക്കാം, അതുപോലെ തന്നെ വൈറ്റ് അവലെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മട്ട അവൽ തന്നെ. കുറച്ച് തിക്നെസ് ഉള്ള അവലില്ലേ, തിക്നെസ് ഉള്ള അവലായാലും തിക്നെസ് കുറഞ്ഞ അവലായാലും എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവലൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ അവൽ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തിക്നെസ് കൂടിയ അവലെടുക്കാനാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ തിക്നെസ് കുറഞ്ഞ അവലാണെങ്കിൽ ആ അവൽ വെച്ച് നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് അവൽപുട്ട് ഉണ്ടാക്കാം. അപ്പോൾ തിക്നെസ് കൂടിയ അവലാണ് ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വൈറ്റ് അവൽ തിക്നെസ് കൂടിയത് കിട്ടുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ഓറഞ്ചും വൈറ്റും മിക്സ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു 1.5 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ. കട്ടി കൂടിയ അവലായതുകൊണ്ട് 1.5 മിനിറ്റൊക്കെ എടുക്കും അവൽ റോസ്റ്റായി വരാൻ. ഇനിയിപ്പോൾ അവൽ റോസ്റ്റായി വന്നിട്ട് ഞാൻ പൊടിക്കുന്നതിന് മുന്നേ കാണിച്ചു തരാം എങ്ങനെയാണ് പാകം എന്നുള്ളത്. അവൽ റോസ്റ്റായതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അവൽ ഞാനൊരു 2 മിനിറ്റായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് കണ്ടോ, അവലിങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. ഇതുപോലെ പൊടിയണം, ഇങ്ങനെ പൊടിഞ്ഞ് വരണം. ഈ ഒരു പാകത്തിൽ നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂട് മാറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അവൽ പൊടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചൂട് മാറിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ അവലിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പൊടിച്ച അവൽ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാതെ അവൽപുട്ട് ഉണ്ടാക്കരുത് കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ട് അവൽപുട്ട് ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. നമ്മുടെ പുട്ടുപൊടിയുടെ ആ ഒരു തരിതരിപ്പോടു കൂടിയാണ് ഞാൻ ഈ അവൽ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നനച്ചെടുക്കാം. ചൂടുവെള്ളം വേണ്ട, നോർമൽ വാട്ടറിൽ നമുക്ക് നനച്ചെടുക്കാം. ഈ ഒരു പുട്ട് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ചെറിയൊരളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ക്യാരറ്റിനും പൊടിക്കും എല്ലാം ആവശ്യമായ അളവിൽ. ഇപ്പോൾ 2-3 രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാരറ്റും പുട്ടുപൊടിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. ഇല്ലെങ്കിൽ ക്യാരറ്റ് ഇടയ്ക്ക് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് പുട്ടുണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ലെയറായിട്ട് ഇട്ട് പുട്ടുണ്ടാക്കാം. 3 രീതിയിൽ ഈ ഒരു പുട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് പുട്ടുപൊടി കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരുമിച്ച് മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് തിരുമ്മി നനച്ചെടുക്കുക. നമ്മൾ സാധാരണ അരിപ്പൊടിയുടെ പുട്ടുണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ തിരുമ്മി കുഴച്ചെടുക്കുക. സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ അവൽപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിങ്ങനെ ചൂടാക്കി പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നനച്ചെടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാനിങ്ങനെ പുട്ടിൻ്റെ പൊടി കറക്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ നനച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് വരണം, ഈ ഒരു ഷേപ്പിൽ വരണം. ഇതാണ് നമ്മുടെ പുട്ടുപൊടിയുടെ പാകം. പൊടിച്ചിടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വീഴുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുട്ടുപൊടിയുടെ നനവ് കണക്കാക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്, ക്യാരറ്റിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ക്യാരറ്റും കൂടി ഞാൻ പുട്ടിലേക്ക് മിക്സ് ചെയ്യുന്നില്ല, അത് വേറൊരു ദിവസം കാണിക്കാം. ഇതിപ്പോൾ ക്യാരറ്റും തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്താണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ ക്യാരറ്റിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മുടെ പുട്ടിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ പുട്ടിന് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ പുട്ടിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് പുട്ടുണ്ടാക്കുകയാണെങ്കിലും തേങ്ങ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കിയാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഗോതമ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും, ഗോതമ്പുട്ടിലാകുമ്പോൾ കൂടുതൽ തേങ്ങ ചേർക്കണം. അങ്ങനെ റവപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒക്കെ ഇതുപോലെ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. ഇതിൽ ഈ മിക്സിങ് മാത്രമേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ വേഗം കഴിയും. പിന്നെ
ഇപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പുട്ടുണ്ടാക്കാം. മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റവ പുട്ട് പോലെ ഫാസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ഊറ്റിയെടുക്കുക, ഫില്ല് ചെയ്യുക, പുട്ടുണ്ടാക്കുക. അത്രയൊക്കെയുള്ള പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഞാൻ എന്താ ഈ തേങ്ങയും ക്യാരറ്റും മിക്സ് ചെയ്ത് വെച്ച ലെയർ ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാവും കേട്ടോ. ക്യാരറ്റ് മിക്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് പൊടി ഒരിത്തിരി ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തേങ്ങയും ക്യാരറ്റും ചേർന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുക. ഇതൊരു കുറച്ച് കൂടുതലില്ല കേട്ടോ, അപ്പോഴാണല്ലോ നമുക്ക് ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. വീണ്ടും നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ലെയർ ചെയ്തിട്ടുള്ളത്, ടോപ്പ് ലെയർ എന്താണ് വരുന്നതെന്നുള്ളതൊക്കെ. നമ്മുടെ പുട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് ആവി വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത അവിലാണ്, അതുകൊണ്ട് 5 മിനിറ്റ് സമയം കുക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കിത് ചിരട്ടപ്പുട്ടിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് 5 മിനിറ്റ് കുക്ക് ചെയ്യട്ടെ. വെള്ളം തിളച്ച് തുടങ്ങി. ഇപ്പോൾ നമ്മുടെ അവൽ ക്യാരറ്റ് പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കറികൾ വേണമെന്നില്ല, കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാം, പഴം ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ കറികൾ ചേർത്ത് കഴിക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറികളൊന്നും ഇല്ലാതെ ആ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ടേസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. എല്ലാവരുടെയും വീട്ടിൽ അവലുണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാരറ്റ് മതിയല്ലോ, കുറച്ച് അവൽ ഒരു ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും ഒരു കളർ ചേഞ്ച് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് കൊടുക്കാം. അവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകാതിരിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.